അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിമാനം കയറി ബീജിംഗിൽ ഇറങ്ങുന്നതിന് മുൻപേ ഇറാൻ യുദ്ധത്തിന് അറുതി വരുത്താൻ ചൈനയുടെ ശ്രമങ്ങൾ. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ശീതയുദ്ധം അവസാനിപ്പിക്കാനും തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലെ തടസ്സങ്ങൾ നീക്കാനും പാകിസ്ഥാൻ ഉടൻ ഇടപെടണമെന്ന കടുത്ത നിർദ്ദേശമാണ് ചൈന നൽകിയിരിക്കുന്നത്. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി പാക് ഉപപ്രധാനമന്ത്രി മുഹമ്മദ് ഇഷാഖ് ധാറിനെ ഫോണിൽ വിളിച്ച് ഈ ആവശ്യം ഉന്നയിച്ചതോടെ മേഖലയിലെ നയതന്ത്ര നീക്കങ്ങൾ പുതിയ തലത്തിലേക്ക് കടന്നു. മേഖലയിലെ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇസ്ലാമാബാദിന്റെ ഇടപെടൽ നിർണായകമാണെന്നാണ് ചൈനയുടെ കണ്ടെത്തൽ. ഇറാനും യുഎസും തമ്മിലുള്ള ചർച്ചകൾക്ക് പാലമിടാൻ പാകിസ്ഥാൻ നടത്തുന്ന ശ്രമങ്ങളെ വാങ് യി പ്രശംസിച്ചു. അമേരിക്കൻ മിസൈലുകൾക്ക് മുന്നിൽ ഇറാൻ വിറയ്ക്കുമ്പോൾ ഒരു താൽക്കാലിക വെടിനിർത്തലെങ്കിലും ഉറപ്പാക്കാൻ പാകിസ്ഥാൻ തന്നെ മുൻകൈ എടുക്കണമെന്നാണ് ചൈനീസ് പക്ഷത്തിന്റെ താൽപര്യം. അന്താരാഷ്ട്ര സമൂഹം ഉറ്റുനോക്കുന്ന സമാധാന ദൂതന്റെ റോൾ പാകിസ്ഥാൻ ഭംഗിയാക്കുമെന്ന ആത്മവിശ്വാസവും ചൈന പ്രകടിപ്പിച്ചു. ട്രംപിന്റെ ചൈന സന്ദർശനം വരാനിരിക്കെ ഒരു വെടിനിർത്തൽ പ്രഖ്യാപനമെങ്കിലും ഉണ്ടെങ്കിൽ അത് ലോകത്തിനു മുന്നിൽ ഷീ ജിൻപിങ്ങിന്റെ വിജയമായി ഉയർത്തിക്കാണിക്കാം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള നിലവിലെ ചർച്ചകളുടെ പുരോഗതി ഇഷാഖ് ധാർ ചൈനയെ വിശദമായി ധരിപ്പിച്ചു കഴിഞ്ഞു. ചൈനയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തങ്ങൾ തയ്യാറാണെന്നും സംവാദങ്ങളിലൂടെ പ്രശ്നപരിഹാരം കാണുമെന്നും പാകിസ്ഥാൻ ഉറപ്പു നൽകി. ചൈനയും സ്വന്തം നിലയിൽ ഇതിനായി രഹസ്യ നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ.